ദുരന്തം ബാക്കിവെച്ച വയനാടിലെ ദുരന്ത മേഖലയിലൂടെ ഞങ്ങൾ കണ്ട കാഴ്ചകൾ ഏറെ സങ്കടപ്പെടുത്തുന്നതാണ്. മനുഷ്യൻ നിസ്സഹങ്കരായി നിൽക്കേണ്ട സാഹചര്യം. അത്രമേൽ പ്രതീക്ഷയോടുകൂടി കഴിഞ്ഞ 29-ാം തീയതി രാത്രിയിൽ അവർ അടുത്ത ദിവസത്തേക്കുള്ള പ്രതീക്ഷകളുമായി നീങ്ങുമ്പോഴാണ് അതിദാരുണമായ ദുരന്തത്തിന് സാക്ഷ്യം വഹിച്ച ആ ഭൂമിക ഇന്നും നമ്മുടെ ഹൃദയങ്ങളിൽ ഒരു നോവായി നിലകൊള്ളുകയാണ്. ഒരുപാട് ജീവനുകൾ നഷ്ടപ്പെട്ടു. ഇപ്പോഴും തിരച്ചിൽ നടത്തി ലഭിക്കാത്ത മൃതദേഹങ്ങളുമായി ആ ഭൂമിയിൽ അവർ ഇപ്പോഴും കിടക്കുകയാണ്. നമ്മൾ മനുഷ്യർ വെറും നിസ്സഹങ്കർ മാത്രമാണ്. ഈ കാണുന്ന പാറക്കല്ലുകളെല്ലാം അവിടെ വന്ന് അടിഞ്ഞുകൂടിയതാണ്. പ്രതീക്ഷയോടുകൂടി പടുത്തുയർത്തിയ വീടുകളെല്ലാം നഷ്ടപ്പെട്ട സാഹചര്യം. ഇന്ന് ക്യാമ്പുകളിൽ കഴിഞ്ഞുകൂടുന്നവരാണ്. വലിയ വലിയ വീടുകളെല്ലാം പ്രതീക്ഷയോടുകൂടി പടുത്തുയർത്തിയവർ സങ്കടവുമായി, നോവായി, വേദനയായി ഇന്നും അവിടെ ക്യാമ്പുകളിൽ കഴിഞ്ഞുകൂടുകയാണ്. ഇതിൽ നിന്ന് നമുക്ക് നൽകുന്ന പാഠം, മനുഷ്യനെ നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് അഹങ്കരിക്കാൻ മാത്രം ഒന്നും തന്നെയില്ല. മനുഷ്യൻ വെറും ഒന്നുമല്ലാത്തവരാണ് എന്നുള്ളതാണ് ഈ ദുരന്തം നമുക്ക് നൽകുന്ന പാഠങ്ങൾ. അത്രമേൽ അപകടകരമായിരിക്കുന്ന സാഹചര്യമാണ് അവിടെ കാണാൻ സാധിച്ചത്. ഒരുപാട് വാഹനങ്ങൾ നഷ്ടപ്പെട്ടു പോയ സാഹചര്യം, ഒരുപാട് വീടുകൾ, ഒരുപാട് ഏറ്റവും വലിയ ജീവനുകൾ അടക്കം നഷ്ടപ്പെട്ടു പോയ ആ മണ്ണ് ഭയത്തോടെയും ദുഃഖത്തോടെയും അതുപോലെ തന്നെ വല്ലാത്തൊരു പ്രശ്നത്തോടു കൂടിയുമാണ് ഇന്ന് പല കുടുംബങ്ങളും ആ വേദനകൾ ഓർത്തിറക്കുന്നു എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. മനുഷ്യൻ പ്രകൃതിയോട് കാണിക്കുന്ന ചൂഷണത്തിന് ഇന്ന് പല മേഖലകളിലായി നമ്മൾ കാണാറുണ്ട്. അതൊക്കെ ഈ ദുരന്തത്തിൽ നിന്ന് നമുക്ക് ഓരോ പാഠങ്ങൾ നൽകുന്നുണ്ട്. അത്രമേൽ സങ്കട കഥയാണ് അവിടെ കാണാൻ കഴിയുന്നത്. ഞങ്ങൾ പോയ വഴികളിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ, അവിടെ നിന്നൊരു ആളുമായി ബന്ധപ്പെട്ട ആൾ നൽകിയ വിവരം, ഇവിടെ ഇന്നലെ വരെ വലിയ പണക്കാരനായി ജീവിച്ചൊരാൾ രാവിലെ എണീറ്റപ്പോൾ ഒരൊറ്റ വസ്ത്രവുമായി കടന്നു വരികയാണ്. ഞങ്ങളുടെ അടുത്തേക്ക് ഒരു വസ്ത്രം തരുമോ എന്ന് ചോദിച്ച്. ആ കഥ കേട്ടപ്പോൾ വല്ലാത്തൊരു സങ്കടം തോന്നിയ ഒരു സാഹചര്യം. അത്രമേൽ നിസ്സഹങ്കതയിലൂടെയാണ് ഓരോ മനുഷ്യനും ജീവിച്ച് പോകുന്നതും പോവേണ്ടതും പോയതുമൊക്കെയാണ് നമുക്കവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുക, ഈ ഭൂമി വെറും കുറച്ചു കാലത്തേക്ക് മാത്രമാണ്. ഏത് സമയവും നിഷ്പ്രയാസം നമ്മൾ ഉണ്ടാക്കി വെച്ച എല്ലാം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമെന്നും ഓരോ നിമിഷവും മനുഷ്യൻ ഓർക്കേണ്ടതാണ്. ഈ കാണുന്നത് ബെയിലി പാലമാണ്. ഇതും നമുക്ക് ഒരു പാഠം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ. എല്ലാം കണ്ടു നിൽക്കാൻ മാത്രമേ നമുക്ക് ഇതിനെല്ലാം വിധിയുള്ളൂ. കാരണം ലോകം സൃഷ്ടിച്ച നാഥനായ റബ്ബ് തീരുമാനിക്കും എങ്ങനെയാണ് ഈ ഭൂമി നീങ്ങേണ്ടത് എന്ന്. അവിടെ മുമ്പും ഉരുളപൊട്ടലുകൾക്ക് സാക്ഷ്യം വഹിച്ച മണ്ണ്